ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 27-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകങ്ങളോ ദയവായത് വായിക്കുവാൻ ശ്രമിക്കുക. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം യഹൂദ രാജാവായ യോഥാമിന്റെ ഭരണത്തെക്കുറിച്ചുള്ള ചുരുങ്ങിയതെങ്കിലും വളരെ ആഴമുള്ള ഒരു ചരിത്ര വിവരണമാണ്. വെറും 9 വാക്യങ്ങൾ മാത്രമുള്ള ഈ അധ്യായത്തിൽ യോഥാമിന്റെ ഭരണകാലം, അവന്റെ ദൈവഭക്തി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, സൈനിക വിജയം, ജനങ്ങളുടെ ആത്മീയ അവസ്ഥ, അവന്റെ മരണവും സംസ്കാരവും എന്നിവ വിവരിക്കുന്നു. യോഥാമിന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ദിനവൃത്താന്തകാരൻ അവന്റെ സമ്പത്തിനെയോ അധികാരത്തെയോ രാഷ്ട്രീയ പ്രശസ്തിയെയോ പ്രധാനമാക്കുന്നില്ല. മറിച്ച് അവൻ യഹോവയുടെ സന്നിധിയിൽ എങ്ങനെ നടന്നു എന്നതാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. യോഥാം രാജാവായത് തന്റെ പിതാവായ ഉസിയാവിന്റെ കാലത്തിന് ശേഷമാണ്. ഉസിയാവ് ശക്തനായ രാജാവായിരുന്നെങ്കിലും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അഹങ്കാരത്തിന് വഴങ്ങി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. പുരോഹിതന്മാർക്ക് മാത്രമുള്ള ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അവന് കുഷ്ഠരോഗം ബാധിച്ചു. ഈ പശ്ചാത്തലത്തിൽ വളർന്ന യോഥാം തന്റെ പിതാവിന്റെ തെറ്റുകൾ ആവർത്തിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ ശരിയായ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചു. ഇതിലൂടെ ഒരു പ്രധാന ആത്മീയ സത്യം നമുക്ക് മനസ്സിലാക്കാം. മുൻ തലമുറയുടെ ജീവിതം നമ്മെ സ്വാധീനിച്ചേക്കാം, എന്നാൽ നമ്മുടെ ദൈവഭക്തി വ്യക്തിപരമായ തീരുമാനമാണ്. മാതാപിതാക്കളുടെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ നിർബന്ധിത വിധിയാകേണ്ടതില്ല. യോഥാമിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്താവനയാണ് അവൻ യഹോവയുടെ സന്നിധിയിൽ ശരിയായത് ചെയ്തു എന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബൈബിൾ വിലയിരുത്തുന്ന രീതി ഇതിലൂടെ വ്യക്തമായി കാണാം. ലോകം ഒരു മനുഷ്യന്റെ വിജയം അളക്കുന്നത് സമ്പത്ത്, അധികാരം, വിദ്യാഭ്യാസം, പ്രശസ്തി, സ്ഥാനമാനം, നേട്ടങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്നാൽ ദൈവവചനം ചോദിക്കുന്നത് അവൻ ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെയായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം മനുഷ്യരുടെ പ്രശംസ നേടുന്നതല്ല, ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായി നിലകൊള്ളുന്നതാണ്. യോഥാമിന്റെ ദൈവഭക്തി ആരാധനയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അവൻ രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കുമായി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. അവൻ യഹൂദയിലെ നഗരവാതിലുകൾ പണിതു, ഓപ്പേൽ മതിലിന്റെ ഭാഗങ്ങൾ ശക്തിപ്പെടുത്തി, മലപ്രദേശങ്ങളിൽ പട്ടണങ്ങൾ നിർമ്മിച്ചു, വനപ്രദേശങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. ഇതിലൂടെ ദൈവഭക്തിയും പ്രായോഗിക ഉത്തരവാദിത്വവും തമ്മിൽ വേർതിരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രവർത്തിക്കുകയും വേണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തന്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും വേണം. യോഥാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആത്മീയമായ ഒരു പ്രയോഗവും കാണാം. ഒരു രാജ്യം ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ മതിലുകളും കോട്ടകളും ആവശ്യമായതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ആത്മീയ സംരക്ഷണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം, കുടുംബം, വിശുദ്ധി, പ്രാർത്ഥനാ ജീവിതം, വചന പഠനം, സഭാ സഹവാസം, സത്യസന്ധത എന്നിവ സംരക്ഷിക്കാൻ ആത്മീയമായ അതിരുകൾ സ്ഥാപിക്കണം. ആത്മീയമായി ജാഗ്രതയില്ലാത്ത ജീവിതം എളുപ്പത്തിൽ പ്രലോഭനങ്ങൾക്കും പാപത്തിനും വഴങ്ങാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മതിലുകൾ ദൈവവചനവും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ആയിരിക്കണം. യോഥാമിന്റെ വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം 2 ദിനവൃത്താന്തം 27:6 കാണാം. അവൻ തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ തന്റെ വഴികളെ ക്രമപ്പെടുത്തി. ഈ വാക്യം യോഥാമിന്റെ ജീവിതത്തിന്റെ ഹൃദയമാണ്. അവന്റെ ഭരണത്തിന്റെ വിജയത്തിന് പിന്നിൽ സൈനിക ശക്തിയോ രാഷ്ട്രീയ തന്ത്രമോ മാത്രമുണ്ടായിരുന്നില്ല. അവന്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ ക്രമീകരിക്കപ്പെട്ടിരുന്നു. ജീവിതത്തിന്റെ പുറംഭാഗം ക്രമപ്പെടുത്തുന്നതിന് മുമ്പ് ഹൃദയം ദൈവത്തിന് മുമ്പിൽ ക്രമപ്പെടുത്തണം. ദൈവവുമായുള്ള ബന്ധം ശരിയായാൽ തീരുമാനങ്ങളിലും ബന്ധങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും ശരിയായ ക്രമം രൂപപ്പെടും. യോഥാം അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി. അമ്മോന്യർ തുടർച്ചയായി 3 വർഷം അവന് വെള്ളിയും ഗോതമ്പും യവവും കപ്പമായി നൽകേണ്ടി വന്നു. ഈ വിജയം യോഥാമിന്റെ ഭരണശേഷിയെയും സൈനിക ശക്തിയെയും കാണിക്കുന്നതോടൊപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതത്തിന്റെ ഫലവും കാണിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതും പ്രവർത്തിക്കുന്നതും പരസ്പര വിരുദ്ധങ്ങളല്ല. യഥാർത്ഥ വിശ്വാസം പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർ പദ്ധതിയിടുകയും വിശ്വസിക്കുന്നവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ തന്റെ കഴിവുകൾ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും വേണം.
എന്നാൽ യോഥാമിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമുണ്ട്. അവൻ വ്യക്തിപരമായി യഹോവയുടെ മുമ്പിൽ ശരിയായത് ചെയ്തെങ്കിലും ജനങ്ങൾ ഇപ്പോഴും അഴിമതിയിലും തെറ്റായ വഴികളിലും തുടരുകയായിരുന്നു. ഇതിലൂടെ ഒരു പ്രധാന സത്യം വ്യക്തമാവുന്നു: ഒരു നല്ല നേതാവ് ഉണ്ടായാൽ മാത്രം ഒരു ജനതയുടെ ആത്മീയ അവസ്ഥ മാറണമെന്നില്ല. ഓരോ വ്യക്തിക്കും ദൈവത്തിന് മുമ്പിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. സഭയിലും ഇതുതന്നെയാണ്. ഒരു നല്ല പുരോഹിതൻ, നല്ല നേതാവ്, നല്ല ശുശ്രൂഷകൻ എന്നിവ മാത്രം മതിയാകില്ല. ഓരോ വിശ്വാസിയും വ്യക്തിപരമായി ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. യോഥാമിന്റെ ജീവിതം ഇന്നത്തെ നേതാക്കൾക്കും വലിയൊരു മാതൃകയാണ്. നേതൃത്വത്തിന്റെ വിജയം എത്ര വലിയ കെട്ടിടങ്ങൾ പണിതു, എത്ര ആളുകൾ നമ്മെ പ്രശംസിച്ചു, എത്ര വലിയ സ്ഥാനത്ത് എത്തി എന്നതുകൊണ്ട് മാത്രം അളക്കാനാവില്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. അധികാരം ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ പരിധികളെ ബഹുമാനിക്കണം. പിതാവിന്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ച യോഥാം തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുപോലെ ഓരോ തലമുറയും മുൻ തലമുറയുടെ നല്ല പാരമ്പര്യങ്ങൾ സ്വീകരിക്കുകയും തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും വേണം. യോഥാം ഒരു നല്ല രാജാവായിരുന്നെങ്കിലും പൂർണ്ണനായ രാജാവായിരുന്നില്ല. അവന്റെ ജീവിതം നമ്മെ യഥാർത്ഥവും പൂർണ്ണവുമായ രാജാവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്നു. യോഥാം ദൈവത്തിന്റെ മുമ്പിൽ ശരിയായത് ചെയ്യാൻ ശ്രമിച്ച രാജാവായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ച രാജാവാണ്. യോഥാമിന്റെ രാജ്യത്വം താൽക്കാലികമായിരുന്നു, ക്രിസ്തുവിന്റെ രാജ്യത്വം നിത്യമാണ്. യോഥാം ഒരു രാജ്യത്തെ സംരക്ഷിച്ചു. ക്രിസ്തു തന്റെ ജനത്തിന് നിത്യരക്ഷ നൽകി. അതുകൊണ്ട് യോഥാമിന്റെ ജീവിതത്തിലെ നല്ല മാതൃകകൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. ഇന്നത്തെ സഭയ്ക്കും ഈ അധ്യായം വളരെ പ്രസക്തമാണ്. ദൈവത്തിന്റെ മുമ്പിലുള്ള വിശ്വസ്തതയാണ് സഭയുടെ യഥാർത്ഥ ശക്തി. സഭയ്ക്ക് നല്ല കെട്ടിടങ്ങളും മികച്ച പരിപാടികളും നല്ല സംഘാടനവും ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയും വചന വിശ്വാസവും വിശുദ്ധ ജീവിതവും ദൈവഭക്തിയുമാണ്. ഓരോ സഭാംഗവും തനിക്കേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കണം. സഭയുടെ വളർച്ച എണ്ണം കൊണ്ട് മാത്രമാകില്ല, വിശ്വാസികളുടെ ആത്മീയ പക്വത കൊണ്ടും അളക്കപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിലും 2 ദിനവൃത്താന്തം 27 അധ്യായം നമ്മോട് ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ എൻ്റെ ജീവിതം ശരിയായതാണോ? മനുഷ്യരുടെ പ്രശംസയേക്കാൾ ദൈവത്തിന്റെ അംഗീകാരത്തിനാണോ ഞാൻ പ്രാധാന്യം നൽകുന്നത്? മുൻ തലമുറയുടെ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിക്കുന്നുണ്ടോ? ദൈവം നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുന്നുണ്ടോ? എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ആത്മീയ അതിരുകൾ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ടോ? എന്റെ വഴികൾ ദൈവത്തിന്റെ മുമ്പിൽ ക്രമീകരിച്ചിട്ടുണ്ടോ? അവസാനമായി 2 ദിനവൃത്താന്തം 27 അധ്യായം വളരെ ചുരുങ്ങിയ അധ്യായമാണെങ്കിലും അതിന്റെ ആത്മീയ സന്ദേശം വളരെ വലുതാണ്. യോഥാം വലിയ അത്ഭുതങ്ങളാലോ പ്രസംഗങ്ങളാലോ പ്രശസ്തനായ രാജാവല്ല. എന്നാൽ അവന്റെ ജീവിതത്തെ ബൈബിൾ ഒരു പ്രധാന വാക്കിലൂടെ വിലയിരുത്തുന്നു: അവൻ യഹോവയുടെ സന്നിധിയിൽ ശരിയായത് ചെയ്തു. അതാണ് അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ മഹത്വം. യോഥാമിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിന്റെ കണ്ണിൽ വലിയവനാകുന്നതിനേക്കാൾ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനാകുന്നതാണ് പ്രധാനമെന്ന്. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാം, സ്ഥാനങ്ങൾ മാറാം, പ്രശസ്തി ഇല്ലാതാകാം. എന്നാൽ ദൈവത്തിന്റെ മുമ്പിലുള്ള വിശ്വസ്തതയ്ക്ക് നിത്യമായ മൂല്യമുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവത്തിന്റെ മുമ്പിൽ ക്രമപ്പെടുത്തുകയും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്യണം. 2 ദിനവൃത്താന്തം 27 അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തിന് മുമ്പിൽ ശരിയായ ജീവിതം നയിക്കുകയും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ നേതൃത്വം. മനുഷ്യരുടെ കണ്ണിലെ വിജയം താൽക്കാലികമാണ്, എന്നാൽ ദൈവത്തിന് മുമ്പിലുള്ള വിശ്വസ്തതയാണ് യഥാർത്ഥ ജീവിതത്തിന്റെ അളവുകോൽ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.